ചെറുവത്തൂരിൽ സ്വകാര്യ ബാങ്ക് ജീവനക്കാരനെ ഒരു സംഘം ആക്രമിച്ചതായി പരാതി. തൃക്കരിപ്പൂർ എളമ്പച്ചി സ്വദേശി സോബിനാണ് മർദ്ദനമേറ്റ പരിക്കുകളോടെ ചെറുവത്തൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഉയർന്ന ഗുണനിലവാരം, തികഞ്ഞ വിശ്വസ്തത, ജനതാ പാൽ. ബൈക്ക് ലോണിന്റെ EMI കുടിശ്ശികയുമായി ബന്ധപ്പെട്ട വാക്കുതർക്കത്തിനിടയിലാണ് സോബിന് മർദ്ദനമേറ്റത്. ചെറുവത്തൂർ സ്വദേശികളായ റമീസ്, റംഷീദ്, ഗഫൂർ എന്നിവർ ചേർന്നാണ് തന്നെ മർദ്ദിച്ചതെന്ന് സോബിൻ ചന്ദേര പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നു. ഞാൻ ബാങ്കിന്റെ താഴെ നിൽക്കുന്ന സമയത്ത് ഒരു കസ്റ്റമർ ഉണ്ടായിരുന്നു. EMI പെൻഡിങ് ആയതുകൊണ്ട് എന്റെ കാര്യം സംസാരിക്കുന്നതിന് മാനേജർ വിളിക്കുമ്പോൾ അവൻ അതിന് നിൽക്കാണ്ട് പോകുമ്പോൾ ഞാൻ മുമ്പിൽ നിന്നേരം എന്റെ വണ്ടി എടുത്തിട്ട് എന്റെ മേത്തേക്ക് തട്ടുകയുണ്ടായി. അപ്പോൾ അവൻ രണ്ടാമത് നിർത്തിയിട്ട് ചീത്ത വിളിക്കണ്ട. ഞാൻ ചീത്ത വിളിക്കേണ്ട പറഞ്ഞേരം എന്നെ വന്നിട്ട് കോളർ പിടിച്ചിട്ട് ഹെൽമെറ്റ് വെച്ച് അടിക്കുകയുണ്ടായി. അത് കഴിഞ്ഞ് അവൻ നാട്ടുകാരനെ പിടിക്കുന്ന സമയത്ത് നിന്നെ കൊല്ലും എന്ന് പറഞ്ഞ് പോയിട്ടുണ്ടായി. രണ്ടാമത് എൻ്റെ ഏട്ടനും അനിയനും ഉപ്പയും വന്നിട്ട് പിന്നെ എന്നെയും മാനേജറെയും അവിടുന്ന് തല്ലുകയുണ്ടായി. തല്ലുമ്പോൾ കുപ്പി പോലത്തെ എന്തോ എടുത്തിട്ട് ഈ ബാക്ക് സൈഡിൽ അടിക്കുകയുണ്ടായി. പിന്നെ ചാവി എടുത്തിട്ട് വല്ല അനിയും ചാവി എടുത്തിട്ട് ഇവിടെയും കണ്ണിലും കുത്തുകയുണ്ടായി. പിന്നെ എൻ്റെ ഉപ്പ എൻ്റെ നാടാ നീ കളിക്കാൻ നിൽക്കണ്ട അങ്ങനെയൊന്നും പുറത്തേക്ക് രണ്ടാമത് അടിക്കുന്നുണ്ടായി. സ്ഥാപനത്തിലെത്തി ലോൺ കുടിശ്ശികയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കുന്നതിനിടയിൽ യാതൊരു പ്രകോപനവും കൂടാതെ ഹെൽമറ്റ്, കുപ്പിച്ചില്ല് എന്നിവ കൊണ്ട് തന്നെ മാരകമായി മർദ്ദിച്ചുവെന്നാണ് പരാതി. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.